ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. കൽബീസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ വല്ലാണ്ട് നമുക്ക് വിശന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാനൊരു പൂതി. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ എന്താ ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണമെന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ ഈ ഫ്രിഡ്ജ് തുറക്കണത്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് ഒന്ന് തുറന്ന് നോക്കാം എന്താ ഉള്ളത് നോക്കട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ആകെ വെജിറ്റബിൾസ് തന്നെ കേട്ടോ കാണുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കിളി പോയി ഗൈസ്. അപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽ ഇതാ ഒരാൾ നമ്മളെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് ഈ ഒരു ഐറ്റം വെച്ചിട്ട് നമുക്ക് ഇന്നൊരു സ്നാക്സ് ഉണ്ടാക്കാൻ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമുക്ക് കോൺഫ്ലവർ വെച്ചിട്ട് തന്നെ ഇന്ന് നമുക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ ഒന്ന് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് തിളപ്പിക്കണം. തിളച്ച് വരട്ടെ കേട്ടോ. തിളച്ചതിന് ശേഷം പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് ഇതിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇതിന് ആദ്യം തന്നെ കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്യണം. അതിനുശേഷം പിന്നെ നമുക്ക് മുളക് പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യണം. അപ്പം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ച് വെള്ളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരളവിൽ വേണം കേട്ടോ നമുക്ക് ഇതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം മാവ് ഗായ്സ്. അപ്പം നമ്മുടെ കോൺഫ്ലവർ ഒന്ന് തിളച്ച് ആയിട്ടുണ്ട് കേട്ടോ. അടുപ്പിൽ ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വിറകൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അടുപ്പ് കത്തിച്ചിട്ട് പിന്നെ നമുക്ക് ചട്ടി വെച്ച് കൊടുക്കണം കേട്ടോ. ഗൈസ് കണ്ടോ ഇവിടുത്തെ അവസ്ഥ എന്താണ് കേട്ടോ. പുകയില്ലാത്ത അടുപ്പ് എന്ന് പറഞ്ഞിട്ട് മൊത്തം പുക നമുക്കാണ് കേട്ടോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്നാക്സ്
ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ കൊതിയാവാണ് കഴിക്കാൻ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.